എനിവേ കോപ്പ അമേരിക്ക മത്സരത്തിൽ ബ്രസീലിന്റെ ആദ്യ മത്സരം ഇന്ന് അവസാനിച്ചു. കോസ്റ്ററിക്കയായിരുന്നു എതിരാളികൾ. മത്സരം സമനിലയിലാണ് അവസാനിച്ചത്. 0-0 എന്നുള്ള റിസൾട്ട് ആയിരുന്നു. ഈ ഒരു പെർഫോമൻസ് മതിയോ ബ്രസീലിന് 2024 കോപ്പ നേടാൻ? ഈ ഒരു പെർഫോമൻസ് മതിയോ? ബ്രസീലിന്റെ കുറവുകൾ എന്തൊക്കെയാണ്? അതുപോലെ തന്നെ കളിയിൽ ഉടനീളം കിട്ടിയ ചാൻസുകൾ എന്തൊക്കെയാണ്? ആ കാര്യത്തിലേക്കൊക്കെ നമുക്ക് പോവാം. അതിനു മുമ്പ് തന്നെ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഫുട്ബോളിന്റെ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ ഈ ഒരു ചാനൽ സബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഫസ്റ്റത്തെ ഒരു കിടിലൻ ചാൻസ് നോക്കുകയാണെങ്കിൽ റോഡ്രിഗോ ബോൾ റിസീവ് ചെയ്യുന്നു, ലൂക്കസിലേക്ക് ബോൾ എത്തിക്കുന്നു, ലൂക്കസ് വീണ്ടും റോഡ്രിഗിലേക്ക് ബോൾ നൽകുന്നു. ആ ഒരു ആംഗിളിൽ, ആ ഒരു പൊസിഷനിൽ റോഡ്രിഗോ വിനീഷ്യസിലേക്ക് ബോൾ എത്തിക്കുകയായിരുന്നെങ്കിൽ ഒരു നല്ലൊരു മൂവ് ആയിരുന്നേ, ചിലപ്പോൾ നല്ലൊരു ഗോളായി മാറുകയും ചെയ്യും. പക്ഷേ റോഡ്രിഗോ അത് ചെയ്തില്ല. റോഡ്രിഗോ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്തുകൊണ്ട് ഒരു സ്ട്രൈക്ക് എടുത്തു, പക്ഷെ അത് ഗോളായില്ല. രണ്ടാമതൊരു ചാൻസ് നോക്കുകയാണെങ്കിൽ റഫിനോ ഫ്രീ കിക്ക് എടുക്കുന്നു, അത് റോഡ്രിഗോ ഹെഡ് ചെയ്തു, മാർക്കിനസ് ഗോളാക്കി, പക്ഷെ അത് ഗോളായില്ല. അത് ഓഫ് സൈഡിലാണ് ലാസ്റ്റ് കലാശിച്ചത്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഒരു ചാൻസ് നോക്കുകയാണെങ്കിൽ ലൂക്കസ് തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു ബ്രില്യൻ ഷോട്ട്, നല്ലൊരു ഷോട്ടായിരുന്നു. ഒരു അൺലക്ക് മൂലം അത് ഹിറ്റ് ഔട്ടായി മാറി. ലാസ്റ്റത്തെ ഒരു ചാൻസ് പറയുകയാണെങ്കിൽ സാവിയ ബോൾ റിസീവ് ചെയ്യുന്നു, ഒരു കിടിലൻ, രണ്ട് ഡിഫൻഡേഴ്സിന്റെ ഇടയിൽ ഒരു കിടിലൻ ഇൻട്രപ്റ്റഡ് ആയിട്ടുള്ള ഒരു മൂവാണ് സാവിയ കാഴ്ചവെച്ചത്. അതിനുശേഷം ബ്രൂണോ ഗുർമിലസിലേക്കാണ് ബോൾ എത്തിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള ഷോട്ട് കാഴ്ചവെക്കാനോ അത് ഗോളാക്കി മാറ്റാനോ സാധിച്ചില്ല. നല്ലൊരു അവസാനത്തെ ഒരു കിടിലൻ ചാൻസ് ആയിരുന്നു ബ്രൂണോക്ക് കിട്ടിയത്, പക്ഷെ അത് ഗോളാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഈ ഒരു പെർഫോമൻസ് മതിയോ 2024 കോപ്പ അടിക്കാൻ? ബ്രസീലിന് ഈ ഒരു പെർഫോമൻസ് മതിയോ? എന്തൊക്കെയാണ് ബ്രസീലിന്റെ കുറവുകൾ? എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ റൊണാൾഡിനോ, ബ്രസീലിയൻ ലെജൻഡ് റൊണാൾഡിനോ പറഞ്ഞു ബ്രസീലിന്റെ കളിയൊക്കെ വീക്കാണ്, ഇനി ആ കളികളൊന്നും ഞാൻ കാണാൻ പോകുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആണ്. ആ ഒരു കാര്യത്തോട് ഞാൻ പറയുന്നത്, ബ്രസീലിന് ഒരു പ്രൈം ആയിട്ടുള്ള ഒരു ടൈം ഉണ്ടായിരുന്നു. റൊണാൾഡോ, കക്ക, റൊബിനോ ഒക്കെ കളിക്കുന്ന സമയത്ത് എല്ലായ്പ്പോഴും ആ ഒരു പ്രൈം ടൈം പ്ലേയേഴ്സിന് നിലനിർത്താൻ സാധിക്കില്ല. ഇപ്പോഴുള്ള പ്ലേയേഴ്സിനെ സപ്പോർട്ട് ചെയ്യുകയും ആ ഒരു ടീമിനെ ഇംപ്രൂവ് ചെയ്യുകയുമാണ് ചെയ്യേണ്ടത്. അത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഓക്കെ, എനിവേ, ഇനി 2024 കോപ്പ അടിക്കാൻ ഈ ഒരു ടീമിന് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള കളി അല്ലെങ്കിൽ പ്ലേ ഈ ഒരു ടീമിന്റെ അടുത്തുണ്ട്. സ്കോഡ് മികച്ച സ്കോഡാണ്, മികച്ച ക്ലബിൽ കളിക്കുന്ന പ്ലേയേഴ്സ് ആണ് ബ്രസീൽ സ്കോഡിലുള്ളത്. ഇപ്പോൾ ബ്രസീലിന്റെ ഒരു കുറവെന്ന് പറയുന്നത് സ്ട്രൈക്കറാണ് അല്ലെങ്കിൽ ഫിനിഷറാണ്. അതില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇന്നത്തെ കളി സമനിലയിൽ അവസാനിച്ചത്. നല്ല കളി ബ്രസീൽ കാഴ്ചവെച്ചു, നല്ല മൂവ്സ് ഉണ്ടായിരുന്നു, നല്ല ട്രിബിളിംഗ് ശൈലി ഉണ്ടായിരുന്നു, നല്ല ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു, നല്ല ഷോട്ടുകൾ ഉണ്ടായിരുന്നു, പ്ലേ മേക്കിംഗ് ഉണ്ടായിരുന്നു ബ്രസീലിന്റെ കയ്യിൽ. പക്ഷെ നല്ലൊരു സ്ട്രൈക്കർ ഇല്ല, നല്ലൊരു ഫിനിഷിംഗ് ബ്രസീൽ നടത്തിയിട്ടില്ല. അത് തന്നെയാണ് ഇപ്പോഴത്തെ ബ്രസീലിന്റെ കുറവ്, വീക്ക് എന്ന് പറയാനുള്ള ഒരു കാരണം. മികച്ച സ്കോഡ് തന്നെയാണ്. ഈ ഒരു സ്കോഡ് വെച്ചുകൊണ്ട് 2024 കോപ്പ അടിക്കാം. പക്ഷേ ഒരു സ്ട്രൈക്കറിന്റെ വീക്ക് അല്ലെങ്കിൽ ഒരു കുറവുണ്ട്. വിനീഷ്യസിന്റെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ നമ്മളെല്ലാം ആഗ്രഹിച്ച പോലെയുള്ള പെർഫോമൻസേ അല്ല അദ്ദേഹം കോസ്റ്റാറിക്കുമായിട്ടുള്ള മത്സരത്തിൽ കാഴ്ചവെച്ചത്. വളരെ വീക്കായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ്. തീർച്ചയായിട്ടും ബ്രസീൽ ഫാൻസിന് അർജന്റീനൻ ഫാൻസിന് മുമ്പിൽ തല ഉയർത്തണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു കോപ്പ അമേരിക്കയെങ്കിലും ബ്രസീൽ അടിച്ചിരിക്കണം. അർജന്റീന ഫാൻസിന്റെ ഒരു വലിയ ആഘോഷമാണ് ഇപ്പോൾ ഉടനീളം കണ്ടുകൊണ്ടിരിക്കുന്നത്. കോപ്പ അവർ എടുക്കും അല്ലെങ്കിൽ അവർ സ്വന്തമാക്കും എന്ന ഉറപ്പിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിവേ, വി ക്യാൻ സീ ബ്രസീൽ അടിക്കുമോ അടിക്കില്ല, അതിനുള്ള സ്കോഡും കാര്യങ്ങളൊക്കെ ബ്രസീലിനുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യാൻ മറക്കരുത്. കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ. ഇറ്റ്സ് മീ, സ്കോറേഴ്സ് മൈൻഡ്.